VS-നെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി CPIM നേതാവ് സുരേഷ് കുറുപ്പ്. VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പരാമർശം നടത്തിയത് വനിതാ നേതാവാണ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലെ അധിക്ഷേപം സഹിക്കാനാവാതെ VS വേദി വിട്ടെന്നും VS-നെ അനുസ്മരിച്ച് മാതൃഭൂമി പത്രത്തിലെഴുതിയ ലേഖനത്തിൽ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം ഒരാളും സമ്മേളനത്തിൽ VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. VS മരിച്ച ശേഷം അനാവശ്യ വിവാദങ്ങൾക്കുള്ള ശ്രമമാണെന്നും മന്ത്രി. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. വേർപെട്ട് പോയ ശേഷം ഇനി അദ്ദേഹത്തിന്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനും ബിനിൽ ലീല സാബുവും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം മഹേഷിലേക്കാണ്. മഹേഷ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം കഴിഞ്ഞ ദിവസം ആദ്യം VS മരിച്ച ശേഷം പറഞ്ഞിരുന്നത് മുൻ സംസ്ഥാന സമിതി അംഗവും മുൻ MLA-യുമായിരുന്ന പരപ്പൻകോട് മുരളിയാണ്. പക്ഷേ MV ഗോവിന്ദൻ തന്നെ അത് അടിസ്ഥാനരഹിതമാണ്. പുതിയ പുസ്തകം എഴുതുന്നതിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണ് പരപ്പൻകോട് മുരളി അക്കാര്യം പറയുന്നതെന്നാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതാ മുൻ MLA മുതിർന്ന നേതാവായിട്ടുള്ള സുരേഷ് കുറുപ്പ് തന്നെ വീണ്ടും ഇക്കാര്യം ആവർത്തിക്കുകയാണ്. പക്ഷേ ഒരു വനിതാ നേതാവ് എന്നുള്ളതാണ് അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. വീണ്ടും ചർച്ചയാവുകയാണ് CPIM-ൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. ബില്ല് ഇക്കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കാരണം തിരുവനന്തപുരം സമ്മേളനത്തിൽ 2012 നടന്ന തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലാണ് VS-നെതിരെ ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന തരത്തിലേക്കുള്ള പ്രയോഗമുണ്ടായെന്ന വാർത്ത അന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ VS ആദ്യം എത്തിയില്ല. VS വൈകിയാണ് പൊതുസമ്മേളനത്തിലേക്ക് എത്തുന്നത്. അതിന് മുമ്പ് തന്നെ VS-ൻ്റെ ഓഫീസിൽ നിന്നും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് VS മറുപടി നൽകുമെന്ന സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ കരുതി തന്നെയാണ് നിന്നത്. ആ സമയത്ത് VS നാടകീയമായിട്ട് സമ്മേളനം തുടങ്ങുമ്പോഴേക്കും പൊതുസമ്മേളനം തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതോടുകൂടി വലിയ ആരവം ഉയരുകയും VS-നെ അഭിവാദ്യം വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് VS യോഗത്തിൽ പ്രസംഗിച്ചു. അപ്പോഴാണ് തൂക്കുകയറുകളെയൊക്കെ നേരിട്ട് വന്ന ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്ന തരത്തിലേക്കുള്ള മറുപടി അദ്ദേഹം പറയുകയും ചെയ്തത്. അത് തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ ഇത്തരത്തിലേക്ക് ചർച്ച ഉയർത്തിയത് M സ്വരാജ് ആണെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത പരപ്പൻകോട് മുരളി ഉന്നയിച്ചത്. അത് തികഞ്ഞ അസംബന്ധമാണ്, പുസ്തകം എഴുതി പണമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന തരത്തിലേക്ക് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തത്. ഇപ്പോഴാകട്ടെ പാർട്ടി നേതാവായിരുന്ന ഇപ്പോൾ മുൻ MLA-മായിരുന്ന സുരേഷ് കുറുപ്പിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഇത്തരത്തിലേക്കൊരു പരാമർശം നടത്തി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് VS വേദി വിട്ടിറങ്ങിയതെന്നാണ്. അക്കാര്യത്തിൽ ഇനി ഓർമ്മപ്പിശക് സംഭവിച്ചതാണോ സുരേഷ് കുറുപ്പിന്, അതോ ആലപ്പുഴ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആവർത്തിക്കപ്പെട്ടതാണോ? നേരത്തെ സ്വരാജ് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന അതേ പരാമർശം മറ്റാരെങ്കിലും ഉന്നയിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലേക്കുള്ള ഒത്തിരി കാര്യങ്ങൾ വ്യക്തത വരേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു വാക്ക് പിടിച്ചു മാത്രം ഇറങ്ങിപ്പോയ ഒരാളല്ല VS എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്ത സമ്മേളനമാണ്. ആ സമ്മേളനത്തിൻ്റെ തലേ ദിവസമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിൽ ചേരുകയും ആ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ആ പ്രമേയത്തിൽ VS-ന് പാർട്ടി വിരുദ്ധ മനോഭാവമാണെന്നുള്ളത് അതിശക്തമായ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് സമ്മേളനത്തിലേക്ക് VS എത്തുമോ എന്ന കാര്യത്തിൽ കൂടി സംശയമുണ്ടായിരുന്നു. VS എത്തുകയും VS ഇക്കാര്യത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി നൽകുകയും ചെയ്തതാണ്. കാരണം സമ്മേളന നടപടികൾ നടക്കുമ്പോൾ സമ്മേളനത്തിൻ്റെ തലേന്നായിട്ട് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്ന സംഘടനാ വിരുദ്ധമാണെന്നായിരുന്നു VS-ന്റെ പരാതി. അതുമാത്രമല്ല 40ഓളം പേജുകളാണ് സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ VS-നെതിരായിട്ട് എഴുതി ചേർത്തിരുന്നത്. അതെല്ലാം നീക്കം ചെയ്യണം, മരവിപ്പിക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. അന്നേരം തിരുവനന്തപുരം സമ്മേളനത്തിൽ സമാനമായ രീതിയിൽ VS-നെതിരെ പരാമർശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത് VS ഇടപെട്ട് പരാതി പറഞ്ഞ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മരവിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ ആ ആനുകൂല്യം VS ലഭിച്ചില്ല. അത് മാത്രമല്ല ഈ പ്രമേയത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ആ സമ്മേളനത്തിലുടനീളം VS-നെതിരെ എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച തുടർന്നാണ് VS സമ്മേളന ഹാളിൽ നിന്ന് അന്ന് ഉച്ചയോടുകൂടി ഇറങ്ങിപ്പോവുകയും VS വേലിക്കകത്ത് വീട്ടിലേക്ക് പോവുകയും പിറ്റേന്ന് പുലർച്ചെ 4 മണിയോട് കൂടി VS കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് യാത്രയാവുകയും ചെയ്തത്. അതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തിലാണ് വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട എന്ന് പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടത് ഈ ആലപ്പുഴ സമ്മേളനത്തിൽ ഇത് ആവർത്തിക്കപ്പെട്ടു. ആ സമ്മേളനത്തിൽ അത് പറഞ്ഞത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടത്. ഈ വ്യക്തത വരുത്തേണ്ടത് സുരേഷ് കുറുപ്പ് തന്നെയാണ്. ബിലേൽ.
തീർച്ചയായും മഹേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മഹേഷ് ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മഹേഷ് പറഞ്ഞു വെക്കുന്നത്. ഈ വ്യക്തത കുറവ് ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇതിൽ സുരേഷ് VSന്റെ സന്തത സഹചാരിയായിരുന്ന ഈ സുരേഷ് പറഞ്ഞു വെക്കുന്നത് മഹേഷ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുരേഷ് പറയുന്നതും അതേപോലെ തന്നെയാണ്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പല വിധത്തിലുള്ള വിഷമസന്ധികൾ VSന് ആ ഘട്ടങ്ങളിൽ പാർട്ടിയിൽ നിന്ന് ഏർപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടത് താനല്ല, അത് പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഇപ്പോൾ പാർട്ടി നേതാവ്, മുതിർന്ന നേതാവ് ശിവൻകുട്ടി, മന്ത്രി ശിവൻകുട്ടി പറയുന്നത് ഇതെല്ലാം ആവശ്യമില്ലാതെ VS മരിച്ചതിന് ശേഷം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ്. അല്ലേ ബിനിൽ? ബിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തെ പൂർണ്ണമായും തള്ളുകയാണ് ശിവൻകുട്ടി ചെയ്തത്. ആ സമ്മേളനത്തിൽ താനും പങ്കെടുത്തതാണ്. അങ്ങനെ ഒരാളും VSനെ അവിടെ വിമർശിച്ചിട്ടില്ല. അത് അനാവശ്യ വിവാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഒരാളും ഒരു വിമർശനവും ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് ആ സമ്മേളനത്തിലാണ്. അതുകൊണ്ട് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. മാത്രമല്ല, ഇത്തരം വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ VS മരിച്ചതിന് ശേഷം വരുന്ന പാർട്ടിയുടെ വളർച്ചയിൽ ഉത്കണ്ഠയുള്ള ആളുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നേരത്തെ പിരപ്പൻകോട് മുരളിയും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. ഇപ്പോൾ പറയുന്നതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളാണ്, മറ്റ് ചില ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിമർശനം ഉയർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നേതാക്കളെല്ലാം തന്നെയും ഈ വിമർശനത്തെ അല്ലെങ്കിൽ ഈ ലേഖനത്തെ പൂർണ്ണമായും തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരു വിമർശനവും ആ ഘട്ടത്തിൽ ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ശിവൻകുട്ടി ആവർത്തിച്ച് പറയുന്നത്. ബിനിൽ. ഓക്കെ, ശരി. പൂർണ്ണമായി തള്ളുകയാണ്. എന്തായാലും പാർട്ടി ശിവൻകുട്ടി തന്നെ പ്രതിരോധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏത് സമ്മേളനത്തിലാണ് ഈ പരാമർശം ഉണ്ടായത് എന്നതിനെപ്പറ്റി വ്യക്തതക്കുറവ് നിലനിൽക്കുകയാണ്. അതായത് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്നുള്ളതിന് പല വിധത്തിലുള്ള കാര്യങ്ങളും പല ആളുകളും പറയുന്നുണ്ട്. സുരേഷ് കുറുപ്പ് പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിലാണ് എന്നാണ്. പക്ഷേ പിരപ്പൻകോട് മുരളി പറയുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അതിലൊരു വ്യക്തതക്കുറവിൻ്റെ പ്രശ്നം ഉണ്ട്. പിരപ്പൻകോട് മുരളി പറയുന്നത് അന്ന് യുവനേതാവായിരുന്ന, ഇന്ന് പാർട്ടിയിൽ വലിയ ശക്തമായി എത്തിയ ഒരാളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു വനിതാ നേതാവ്, യുവ നേതാവ് ആയിരുന്നു എന്നുള്ളതാണ്.